നമസ്കാരം. വാളെടുത്തവൻ വാളാൽ, കള്ളനായാലും പോലീസായാലും കാലം കാത്തുവച്ചിരിക്കുന്നതാണ്. കാണാം. കുറ്റകൃത്യങ്ങളിലെ ആദ്യ റിപ്പോർട്ട് മലപ്പുറത്തു നിന്ന് സ്വാലിക് നൽകുന്നു. പോലീസുകാരന് മദ്യം നൽകി തലക്കടിച്ചു വീഴ്ത്തി 5 പവന്റെ മാല കവർന്ന കേസിലെ പ്രതി പിടിയിലായെന്നാണ് റിപ്പോർട്ട്. പ്രതിയെ മലപ്പുറം വളഞ്ചേരി പോലീസ് മറ്റൊരു മോഷണ കേസിൽ പിടികൂടിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. റിപ്പോർട്ടിലേക്ക്. വളാഞ്ചേരി തിണ്ടലം സ്വദേശി കൊടശ്ശേരി അബ്ദുൽ അമീറാണ് ശ്രീകൃഷ്ണപുരം ഗ്രേഡ് SI വിജയനെ മദ്യം നൽകി തലക്കടിച്ചു വീഴ്ത്തി സ്വർണവുമായി മുങ്ങിയത്. സംഭവം നടന്നത് 2014 ജൂൺ 14-നാണ്. ഒരു സുഹൃത്തിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഗ്രേഡ് SI വിജയൻ. മദ്യലഹരിയിലായിരുന്ന SI ബസ്സിൽ വെച്ചാണ് അമീറിനെയും കൂട്ടുപ്രതിയായ തൃശൂർ സ്വദേശി അനീഷിനെയും പരിചയപ്പെട്ടത്. പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കളായ ഇവർ അടുത്ത സ്റ്റോപ്പിലിറങ്ങി ബീവറേജിൽ നിന്നും മദ്യം വാങ്ങിച്ചു കഴിച്ചു. ലഹരിയിലായ SIയുടെ തലയ്ക്ക് കല്ലുകൊണ്ടടിച്ച് ഇവർ 5 പവൻ മാലയും പണവും മൊബൈലും കവർന്ന് രക്ഷപ്പെട്ടു. നാണക്കേട് ഭയന്ന് SI ആകട്ടെ നടന്ന കാര്യങ്ങൾ പുറത്തു പറഞ്ഞുമില്ല. കഴിഞ്ഞ ദിവസം കാടാമ്പുഴയിൽ നിന്നും അത്യാധുനിക ടെലസ്കോപ്പുമായാണ് അമീറിനെ പിടികൂടിയത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പഴയ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. പക്കലുണ്ടായിരുന്ന 5 പവന്റെ സ്വർണ്ണമാലയും മൊബൈലും പണവും കവർന്ന കേസിലെ പ്രതിയാണ്. നിർഭാഗ്യവശാൽ അയാൾ നാണക്കേടും മറ്റും ഭയന്ന് ആ കേസ് രജിസ്റ്റർ ചെയ്യുകയോ മറ്റോ ഉണ്ടായിട്ടില്ല. കൂടാതെ വിഖ്യാതമായ വളരെ പ്രസിദ്ധമായ ഒരു കേസാണ് തവളഞ്ചന കൂട്ടബലാത്സംഗ കേസ്. 2009 6/6/2009 ഒരു 60-കാരിയായ സ്ത്രീയുടെ വീട് പൊളിച്ച് അകത്ത് കയറി ആ സ്ത്രീയുടെ കയ്യിൽ നിന്നും ഉണ്ടായിരുന്ന 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ അപഹരിച്ച ശേഷം ഒരു കൂട്ടബലാത്സംഗത്തിന് വിധേയമാക്കിയ കേസിലെ 1-ാം പ്രതി കൂടിയാണ് ഈ അമീർ. ഇനിയും കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ട്. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം കൂടുതൽ കേസുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിവാകും. 2009 60-കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയാണ് അമീർ. ഇയാൾ മുൻപ് പലതവണ ഭവനഭേദനത്തിനും മോഷണത്തിനും ശിക്ഷ അനുഭവിച്ചയാളാണ്. തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 2 ആഴ്ച റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. സ്വകാര്യ സെക്യൂരിറ്റി ജീവനക്കാരനെ വണ്ടിയിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവ വ്യവസായി പിടിയിലായ വാർത്തയാണ് ഇനി. തൃശൂർ ചേരാമംഗലം പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പിടിയിലായ മുഹമ്മദ് നിയാസിനെതിരെ കാപ്പ നിയമം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പരിക്കേറ്റ ചന്ദ്രബോസ് എന്നയാൾ ഗുരുതരാവസ്ഥയിലാണ്. സ്വകാര്യ ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ വണ്ടിയിടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് യുവ വ്യവസായിയായ മുഹമ്മദ് നിഷാമിനെ തൃശൂർ പേരമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫ്ളാറ്റിന്റെ ഗേറ്റ് തുറക്കാൻ വൈകിയതുമായി ബന്ധപ്പെട്ടായിരുന്നു ചന്ദ്രബോസിനെതിരെയുള്ള നിഷാമിന്റെ ആക്രമണം. പരിക്കേറ്റ ചന്ദ്രബോസ് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ കാറിൽ പിന്തുടർന്ന് ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് കേസ്. നേരത്തെ വനിതാ സബ് ഇൻസ്പെക്ടറോട് അപമര്യാദയെ പെരുമാറിയതുൾപ്പെടെ മുഹമ്മദ് നിഷാമിനെതിരെ നിരവധി കേസുകളുണ്ട്. സ്ഥിരം പ്രശ്നക്കാരനായ സ്ഥിതിക്ക് ഇയാൾക്കെതിരെ കാപ്പ നിയമം ചുമത്തുമെന്ന് ADGP ശങ്കർ റെഡ്ഡി അറിയിച്ചു. സെക്യൂരിറ്റിയുടെ നില കുറച്ച് ഗുരുതരമാണ് പറയുന്നത്. അപ്പോൾ പോലീസ് എല്ലാവിധ തെളിവുകളൊക്കെ ശേഖരിക്കുന്നു. അയാൾക്കെതിരായിട്ട് ഈവൻ കാപ്പ ഗുണ്ട ആക്ടിലെ കൂടെ ഉൾപ്പെടുത്താൻ നേരത്തെ കേസുകളൊക്കെ പരിശോധിച്ചിട്ട് അയാൾ ഗുണ്ട ആക്ടിൽ കൂടെ ഉൾപ്പെടുത്താൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. നിഷാമിന്റെ അക്രമത്തിൽ പരിക്കേറ്റ ചന്ദ്രബോസിനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തൃശൂർ കോടതിയിൽ ഹാജരാക്കിയ നിഷാമിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പത്തനംതിട്ടയിൽ ദളിത് യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ച് കള്ളക്കേസിൽ കുടുക്കി. കൊടുമൺ പോലീസ് സ്റ്റേഷനിലെ SI ഉൾപ്പെടെയുള്ളവരാണ് തട്ടയിൽ തേവരുകുറ്റിയിൽ പ്രകാശിനെ കള്ളക്കേസിൽ കുടുക്കിയത്. പ്രകാശിന്റെ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെയും മാതാവിനെയും പോലീസ് വീട്ടിലെത്തി അസഭ്യം പറഞ്ഞതായും കളക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. പത്തനംതിട്ട തട്ടയിലാണ് ദളിത് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് പോലീസ് കള്ളക്കേസിൽ കുടുക്കിയത്. കൊടുമൺ പോലീസ് സ്റ്റേഷനിലെ SI ഉൾപ്പെടെയുള്ളവരാണ് യുവാവിനെ മർദ്ദിച്ചത്. 28 ദിവസത്തെ റിമാൻഡിന് ശേഷമാണ് യുവാവിനേറ്റ പീഡനകഥ പുറം ലോകം അറിഞ്ഞത്. തട്ടയിലും പരിസരവും കഴിഞ്ഞ 1 മാസക്കാലമായി ബ്ലാക്ക്മാൻ ഭീഷണിയിലായിരുന്നു. ഡിസംബർ 19 രാത്രി സമീപത്തെ ഒരു വീട്ടിൽ നിന്നും ബ്ലാക്ക്മാനെ നാട്ടുകാർ പിടികൂടിയെന്ന വാർത്ത കാട്ടുതീ പോലെയാണ് നാട്ടിൽ പടർന്നത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവെയാണ് തേവരുകുറ്റിയിൽ പ്രകാശും ഈ വാർത്ത ശ്രവിച്ചത്. വീട്ടിലെത്തി വിവരം ഭാര്യയോട് പറഞ്ഞ ശേഷം ബ്ലാക്ക്മാനെ കാണാൻ സമീപത്തെ വീട്ടിലേക്ക് പ്രകാശും പോയി. 100-ൽ പരം ആളുകൾ അടിച്ചവശനാക്കിയ ബ്ലാക്ക്മാനെ പ്രകാശും കണ്ടു. ഈ അവസരത്തിൽ സ്ഥലത്തെത്തിയ പോലീസും അവരുടെ വക പ്രഹരം ബ്ലാക്ക്മാന് നൽകി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇനിയുള്ള കഥ പ്രകാശ് പറയുന്നത് ഇങ്ങനെ. ഈ പോലീസ് ജീപ്പ് വന്ന് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ചവിട്ടിയിട്ട് എന്നിട്ട് ഡ്രൈവർ ഇറങ്ങി വന്ന് ചോദിച്ചു, തെരുവിറ്റി പ്രകാശമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ എന്തോ സാറേ, നീ ബ്ലാക്ക് മാനെ വിട്ട് അന്നേരം
ബ്ലാക്ക് ക്യാനെ വെട്ടു നീയാന്നോടാ എൻ്റെ കൈക്ക് അപ്പോഴത്തേനും ബാക്കിൽ ഒരു പോലീസ് ഇറങ്ങി വന്ന് എൻ്റെ രണ്ട് കൈക്കും കയറി പിടിച്ച് ഡോർ തുറന്ന് എന്നെ തെള്ളി എന്നെ തൊടാൻ കിട്ടത്. അപ്പോൾ ഞാൻ ബാക്കിലാണ് ഇരുന്നത്. അപ്പോൾ എസ് ഐ തിരിഞ്ഞ് നോക്കിയിട്ട് പറഞ്ഞു അവരെ എൻ്റെ അടുത്തോട്ട് നീട്ടി നിങ്ങൾക്ക് ഇരുത്താൻ പറഞ്ഞു. അപ്പോൾ എസ് ഐ ഫ്രണ്ടിൽ ഇത് തിരിഞ്ഞ് ഒരു കൈ കൊണ്ട് എൻ്റെ ഉടുപ്പിന് പിടിച്ച് ഞാൻ ആ സീറ്റിലോട്ട് ഞാൻ അമുക്കി വെച്ചിട്ട് മുട്ടുവെച്ച് എൻ്റെ പുറത്ത് രണ്ടു നീട്ടി അടിച്ചു. ആ സമയത്ത് തന്നെ ഈ ഡ്രൈവറും ഒരു കൈ ഇരിക്കെങ്കിലും ഉണ്ടല്ലോ എത്തി എന്നെ ചെറുക്കലിനാണ് രണ്ടടി അടിച്ചു. സ്റ്റേഷനോട്ട് ചെല്ലുകയും എന്നെ ആദ്യം എൻ്റെ ഉടുപ്പാണ് പിടിച്ച് വലിച്ചു. അപ്പോൾ ഞാൻ പട്ടണ സുഖം പോയി. ഉടനെ ഒരു പോലീസുകാരൻ വന്ന് എൻ്റെ കയ്യിൽ പിടിച്ച്. അപ്പോൾ ഞാൻ സ്റ്റേഷനകത്തോട്ട് നോക്കി അന്നേരം ആരും പോലീസുകാർ തന്നെ എന്നെ പിടിച്ച് പെടൽ പിടിച്ച് നോക്കി. പിന്നെ എനിക്കൊന്നും കാണാൻ പറ്റത്തില്ല. എന്നെ പുറത്ത് മുട്ടുവെച്ച് 3-4 ഇടി ഇടിച്ചിട്ട് സെല്ല് തുറന്നു. ഉടനെ ഒരു വരെ പോലീസുകാരൻ വന്ന് സെല്ല് തുറന്ന് തെള്ളിയാനത്തിട്ടു. അന്നേരം ഞാൻ സാർമാരോട് ചോദിച്ചു, സാറേ എന്നെ എന്തോനാണ് കൊണ്ടുവന്നത്? പ്രകാശിനെ പിടിച്ച പോലീസ് തൊണ്ടിമുതൽ എടുക്കാനെന്ന് പറഞ്ഞ് വീട്ടിലെത്തി പ്രകാശിന്റെ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെയും വൃദ്ധയായ മാതാവിനെയും കയ്യേറ്റം ചെയ്തു. അത് പറഞ്ഞോണ്ട് 2-3 പേര് കയറി അടുക്കളയിലും 2 മുറിയിലും എല്ലാം കയറി തരികയും അപ്പോഴും ഞാൻ ചോദിച്ചു എന്തുവാന്ന് ചോദിച്ചൊക്കെ പറയുന്നില്ല. മാറും പറഞ്ഞ് എന്നെ പിടിച്ചു തള്ളി ചീത്തയും വിളിച്ചു. മായും പൂവും കൂട്ടി എന്നെ ചീത്ത വിളിച്ച് മുറിക്കാത്തിട്ട് ചീത്ത വിളിച്ചുമ്പോൾ ചവന്മാർ ആ വെട്ടുമ്പം കൊണ്ട് ഇവിടെ ഇറങ്ങിയപ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങി ഞാൻ വെട്ടുമ്പോൾ കയറി പിടിക്കാൻ ചെന്നെ പറഞ്ഞ് മാറുന്നല്ലേ ഇങ്ങനെ പിടിച്ച് തള്ളി. അപ്പോഴും ഈ ഭിത്തിയല്ല എൻ്റെ തലയടിച്ച് നടുപിടിച്ച് ഞാൻ ഇവിടെ ഇങ്ങനെ അവിടോട്ട് അങ്ങ് ഇരുന്നു. വീഴാൻ പോയതായിരുന്നു. അതേ പിടിച്ചോണ്ട് വീണില്ല. തന്നെ കള്ളക്കേസിൽ കുടുക്കി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കളക്ടർക്ക് പ്രകാശും കുടുംബവും പരാതിയും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കോട്ടയം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഗർഭിണികൾ ദുരിതത്തിലാണ്. ഗർഭിണികൾക്ക് സർജറി കിറ്റ് കിട്ടാതായതോടെ കിറ്റിനായി നെട്ടോട്ടമോടുകയാണ് ഇവർ. ആ കാഴ്ചയിലേക്ക്. പ്രസവത്തിനായി ഗർഭിണികളെ ലേബർ റൂമിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ആവശ്യമായി വരുന്ന മരുന്നുകളോടൊപ്പമാണ് 380 രൂപ വിലയുള്ള സർജറി കിറ്റ് വാങ്ങാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. മെഡിക്കൽ കോളേജ്, ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ ഗൈനക്കോളജി വിഭാഗമുള്ള എല്ലായിടങ്ങളിലും സർക്കാർ സൗജന്യമായി സർജറി കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. കോട്ടയം ജില്ലാ ആശുപത്രിയിലാകട്ടെ 6 മാസക്കാലത്തേക്ക് ഉപയോഗിക്കാവുന്ന സർജറി കിറ്റുകൾ സ്റ്റോക്കായിട്ടുണ്ടെന്ന് ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നു. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ലേബർ റൂമിലേക്ക് കയറ്റുന്ന ഗർഭിണികളുടെ ബന്ധുക്കളെ കൊണ്ട് കിറ്റ് വാങ്ങിപ്പിക്കാൻ ആശുപത്രി അധികൃതർ നെട്ടോട്ടമോടിക്കുന്നതെന്ന് ആശുപത്രി വികസന സമിതി അംഗമായ PK ആനന്ദക്കുട്ടൻ പറയുന്നു. 5 മുതൽ 15 വരെയുള്ള പ്രസവങ്ങളാണ് ദൈനംദിനം നടന്നു വരുന്നത്. അതിനാവശ്യമായ സജ്ജീകരണങ്ങളോ സംവിധാനങ്ങളോ അവിടെ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ ഇല്ല. അവര് 380 രൂപയുടെ സർജറി കിറ്റ് മേടിച്ചുകൊണ്ട് വരണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. അത് അടുത്തുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ്. ആശുപത്രിയിൽ മരുന്ന് ക്ഷാമവും രൂക്ഷമായതിനാൽ ഇവിടെ എത്തുന്നവരിൽ ഭൂരിഭാഗവും സ്വകാര്യ മെഡിക്കൽ സ്ഥാപനങ്ങളെയാണ് ഇപ്പോഴും ആശ്രയിക്കുന്നത്. കോട്ടയം ജില്ലാ ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ചൂണ്ടിക്കാട്ടി മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുകയാണ് സർജറി കിറ്റുകൾ പൂഴ്ത്തിവെക്കുന്നതായിട്ടുള്ള പുതിയൊരു ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. കോട്ടയത്ത് നിന്നും ക്യാമറാമാൻ സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം TP പ്രശാന്ത്. ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും വിവാഹമോചന നടപടിക്രമങ്ങൾ പൂർത്തിയായി. പരസ്പര സമ്മതത്തോടെ പിരിയാനുള്ള തീരുമാനം ഇരുവരും കോടതിയെ അറിയിച്ചു. വിവാഹമോചന ഹർജിയിൽ കൊച്ചിയിലെ കുടുംബ കോടതി മറ്റന്നാൾ വിധി പറയും. 15ഓടെയാണ് ദിലീപും മഞ്ജു വാര്യരും കൊച്ചി കലൂരിലെ കുടുംബ കോടതിയിലെത്തിയത്. ജഡ്ജി മോഹൻദാസുമായും കൗൺസിലർ GS പ്രദീപുമായും ഇരുവരും സംസാരിച്ചു. പരസ്പരം യോജിച്ചു പോകാനാവില്ലെന്നും പിരിയാനാണ് തീരുമാനമെന്നും ഇരുവരും അറിയിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയായതോടെ വിവാഹമോചന ഹർജിയിൽ മറ്റന്നാൾ വിധി പറയും. കഴിഞ്ഞ വർഷം ജൂൺ 5-ന് ദിലീപാണ് ആദ്യം വിവാഹമോചന ഹർജി നൽകിയത്. പിന്നീട് ഹർജി പിൻവലിച്ച് ജൂലൈ 24-ന് രണ്ടുപേരുടെയും സമ്മതത്തോടെ സംയുക്ത ഹർജി നൽകുകയായിരുന്നു. കൗൺസിലിംഗിനായി ഹർജി പരിഗണിക്കുന്നത് 6 മാസത്തേക്ക് നീട്ടിവെച്ചു. 6 മാസത്തിന് ശേഷം ഇരുവരും കോടതിയിൽ ഹാജരായി നിലപാടറിയിക്കുകയായിരുന്നു. ഇവരുടെ മകൾ ദിലീപിനൊപ്പമാണ് താമസിക്കുന്നത്. ഒത്തുതീർപ്പ് വ്യവസ്ഥകളുടെ വിശദാംശങ്ങൾ പുറത്തുവിടുന്നത് അനുവദിക്കരുതെന്നുള്ള ആവശ്യം കോടതി അംഗീകരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. എറണാകുളം കിഴക്കമ്പലത്ത് ഗൃഹനാഥൻ ഭാര്യയെയും മകളെയും കൊലപ്പെടുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഞാറള്ളൂർ തുരുത്തേൽ വർഗീസാണ് ഭാര്യയെയും മകളെയും കൊലപ്പെടുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു നാടിന് നടക്കിയ ദുരന്തം അരങ്ങേറിയത്. ഞാറള്ളൂർ തുരുത്തേൽ വീട്ടിൽ അന്നമ്മ, മകൾ സിനി എന്നിവരാണ് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. അന്നമ്മയ്ക്ക് 61, മകൾ സിനിക്ക് 40 വയസ്സായിരുന്നു. ഇരുവരെയും കൊലപ്പെടുത്തിയ ശേഷം വർഗീസ് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്കും ശ്രമിച്ചു. ഗുരുതരാവസ്ഥയിലായ വർഗീസ് കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഭാര്യയെയും മകളെയും കൊലപ്പെടുത്തിയ ശേഷം വർഗീസ് തന്നെ വിവരം അയൽവീടുകളിൽ അറിയിക്കുകയായിരുന്നു. കൊല്ലപ്പെട്ട സിനി പോളിയോ ബാധിച്ച് കിടപ്പിലായിരുന്നു. നല്ല സാമ്പത്തിക സ്ഥിതിയിലുള്ള കുടുംബമായിരുന്നു വർഗീസിൻ്റേത്. മകൻ അമേരിക്കയിൽ ജോലി ചെയ്യുകയാണ്. മകളെ ചികിത്സിക്കാൻ ആരുമില്ലാത്തത് വർഗീസിനെ അസ്വസ്ഥനാക്കിയിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു.
വർഗീസ് മാനസികാസ്വാസ്ഥ്യത്തിന് ചികിത്സ തേടിയിരുന്നതായും പോലീസ് പറഞ്ഞു. അയൽക്കാരുമായി വർഗീസും കുടുംബവും വലിയ ബന്ധം പുലർത്തിയിരുന്നുമില്ല. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചിയിൽ ദേശീയപാത വികസന അതോറിറ്റി ഓഫീസിന് നേരെ മാവോയിസ്റ്റ് ആക്രമണം. കളമശ്ശേരിയിലെ ഓഫീസിൽ ഇന്ന് രാവിലെ 8:40ഓടെയായിരുന്നു സംഭവം. മാവോയിസ്റ്റുകൾ ഓഫീസിലെ ഫയലുകൾ തീവച്ച് നശിപ്പിക്കുകയും പോസ്റ്ററുകൾ പതിക്കുകയും ചെയ്തു. രാവിലെ 8:40ഓടെയായിരുന്നു കളമശ്ശേരിയിലെ സോഷ്യൽ പള്ളിക്ക് സമീപമുള്ള ഓഫീസിൽ CPI മാവോയിസ്റ്റ് പ്രവർത്തകർ ആക്രമണം നടത്തിയത്. ഈ സമയത്ത് ഓഫീസിൽ ജീവനക്കാർ ഉണ്ടായിരുന്നില്ല. തൂപ്പുകാർ ഓഫീസ് വൃത്തിയാക്കി പുറത്തേക്കിറങ്ങിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു മാവോയിസ്റ്റുകൾ അകത്തു കിടന്ന് ഫയലുകൾ കീറിക്കളയുകയും തീവയ്ക്കുകയും ചെയ്തത്. ദിവസങ്ങളായി ഓഫീസിന്റെ പ്രവർത്തനം നിരീക്ഷിച്ച ശേഷമായിരുന്നു ആക്രമണമെന്ന് പോലീസ് കരുതുന്നു. IG MR അജിത് കുമാർ. പോലീസ് നിരീക്ഷണങ്ങൾ ശക്തമാണ്. ഇന്ന് രാവിലെ 5 മണി തൊട്ട് കോമ്പിംഗ് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. പോലീസ് ഫീൽഡിലുണ്ടായിരുന്നു, കോമ്പിംഗ് നടക്കുന്നുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എൻ്റെ സിറ്റി പോലീസ് കോമ്പിംഗ് ഓപ്പറേഷൻ നടത്തുന്ന സമയത്തായിരുന്നു. പക്ഷേ നമുക്ക് എല്ലാ ഓഫീസും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. നമ്മളെ പരമാവധി നമ്മൾ രാവിലെ എല്ലാ ഓഫീസും കവർ ചെയ്തതാണ്. ആക്രമണം നടത്തിയവരെ ജീവനക്കാരോ ഓഫീസിനടുത്തുള്ളവരോ കണ്ടിട്ടുമില്ല. ചുങ്കപ്പാതകൾക്കും ജനദ്രോഹ വികസന പദ്ധതികൾക്കുമെതിരെ പോരാടുക, ബദൽ വികസനത്തിനായി സായുധ പോരാട്ടം നടത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ആലേഖനം ചെയ്ത നോട്ടീസ് ഓഫീസിനുള്ളിൽ വിതറുകയും പതിപ്പിക്കുകയും ചെയ്തിരുന്നു. CPI മാവോയിസ്റ്റ് 10ാം വാർഷികാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ആക്രമണമുണ്ടാകുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കൊച്ചിയിലെ നീറ്റ ജലാറ്റിൻ ആക്രമണക്കേസിലെ പ്രതികളെ കണ്ടെത്താൻ കഴിയുന്നതിന് മുൻപ് വീണ്ടും ഉണ്ടായ ആക്രമണം പോലീസിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കാറിന്റെ സ്റ്റെപ്പിനി ടയറിൽ കഞ്ചാവ് കടത്തുന്ന 2-അംഗ സംഘത്തെ മഞ്ചേരി എക്സൈസ് സംഘം പിടികൂടി. കൊണ്ടോട്ടി സ്വദേശികളായ രമേശ്, ഫസൽ എന്നിവരാണ് പിടിയിലായത്. അട്ടപ്പാടിയിൽ നിന്നാണ് രമേശും ഫസലും കഞ്ചാവ് കൊണ്ടുവരുന്നത്. കാറിന്റെ സ്റ്റെപ്പിനി ടയറിൽ കഞ്ചാവ് ചെറിയ പൊതികളായി നിറച്ചാണ് കടത്തുക. കിലോക്ക് 6000 രൂപ നിരക്കിൽ വാങ്ങിക്കുന്ന കഞ്ചാവ് ഇവിടെ വിറ്റഴിക്കുന്നത് ഇതിന്റെ 3 ഇരട്ടിയിലധികം വിലക്കാണ്. 750 ഗ്രാം കഞ്ചാവാണ് ഇവരിൽ നിന്നും കണ്ടെടുത്തത്. കഞ്ചാവ് 3-4 ഗ്രാം വീതം പൊതികളിലായാണ് ആവശ്യക്കാർക്ക് കൈമാറുന്നത്. അട്ടപ്പാടിയിൽ നിന്ന് ഏകദേശം 5 കിലോളം കൊണ്ടുവരുന്നുണ്ട്. അവിടെ കിലോയ്ക്ക് 6000 രൂപ മാത്രമേ ഉള്ളൂ. ഇവിടെ കൊണ്ടുവന്ന് ചെറിയ പൊതികളാക്കിയിട്ട് അന്യസംസ്ഥാന തൊഴിലാളികളും പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികളും കേന്ദ്രീകരിച്ചാണ് വിൽപ്പന നടത്തുന്നത്. ഇതിൽ മെയിനായിട്ട് മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ലയിലെയും എല്ലായിടത്തും ഇവർ സപ്ലൈ ചെയ്യുന്ന മെയിൻ ഏജൻറ്റുമാരാണ്. അപ്പോൾ ഇവരെപ്പോഴും 1 കിലോ താഴെയുള്ള ഡീലിങ്സിലെ നടത്തത്തുള്ളൂ. കാരണം 1 കിലോയ്ക്ക് മേലിലായാലും നോൺ ബെയിലബിൾ ഒഫൻസ് ആയതുകൊണ്ട് അത് കേന്ദ്രീകരിച്ചാണ്. പിന്നെ അട്ടപ്പാടിയിൽ ബാങ്ക് അക്കൗണ്ട് വഴി ആദ്യമേ പൈസ ഇട്ട് കൊടുത്തിട്ടാണ് ഡീലിംഗ് ഉറപ്പിച്ചിട്ടാണ് ഇവിടുന്ന് വണ്ടിയായിട്ട് ചെല്ലുക. പിന്നെ സ്റ്റെപ്പിനി ടയർ അവിടെ ആദ്യമേ കൊടുത്തിട്ട് പോരണം. പിന്നെ അവരത് നിറച്ച് വെക്കുമ്പോൾ രണ്ടാമത് ചെല്ലുമ്പോഴേ സാധനം കൊടുത്തു. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ കഞ്ചാവ് വിതരണ ശൃംഖലയിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായവരെന്ന് എക്സൈസ് പറയുന്നു. കച്ചവടം തകർന്നതോടെയുള്ള നഷ്ടം നികത്താനാണ് രമേശും ഫസലും കഞ്ചാവ് കടത്തിലേക്ക് തിരിഞ്ഞത്. ഇവർ കഞ്ചാവ് കൊടുക്കുന്ന 2 പേരെക്കുറിച്ച് വ്യക്തമായ വിവരം കിട്ടിയിട്ടുണ്ടെന്നും കൂടുതൽ പേരെ ഏറെ വൈകാതെ വലയിലാക്കാനാകുമെന്നാണ് എക്സൈസ് സംഘത്തിന്റെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള മരുന്നുകൾ നടവഴിയിലും ടോയ്ലറ്റിനടുത്തുമാണ് സൂക്ഷിക്കുന്നത്. അണുബാധ ഏൽക്കാതിരിക്കാൻ സാധ്യതയുള്ള സർജിക്കൽ ഉപകരണങ്ങളും ഫ്രീസറിൽ സൂക്ഷിക്കേണ്ട മരുന്നുകളും വരാന്തയിൽ തള്ളിയിരിക്കുന്നതും കാണാം. ദിനംപ്രതി 3000ഓളം പേർ ചികിത്സ തേടുന്ന മെഡിക്കൽ കോളേജിൽ മരുന്ന് സൂക്ഷിക്കാൻ ഇടമില്ലാത്തതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജിലെ കാഴ്ചയാണിത്. കോണിപ്പടി, വരാന്ത, ടോയ്ലറ്റിന് സമീപം എന്ന് വേണ്ട നോക്കുന്നിടത്തെല്ലാം മരുന്ന് കൂട്ടിയിട്ടിരിക്കുന്നു. ഫ്രീസറിനകത്ത് സൂക്ഷിക്കേണ്ടതും വൃത്തിയായി സംരക്ഷിക്കേണ്ടതും വിലപിടിപ്പുള്ളതും വില കുറഞ്ഞതുമെല്ലാം ഇതിലുണ്ട്. ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നു ഹാൻഡിൽ വിത്ത് കെയർ. പക്ഷേ അതിങ്ങനെ വരാന്തയിലും ടോയ്ലറ്റിന് മുൻപിലുമാണോ വേണ്ടതെന്നാണ് ഞങ്ങളുടെ സംശയം. വളരെ കരുതലോടെ സൂക്ഷിക്കേണ്ട, രോഗിക്ക് അണുബാധ ഏൽക്കാൻ കൂടുതൽ സാധ്യതയുള്ള സർജിക്കൽ ഉപകരണങ്ങൾ ഇതാ വരാന്തയിലുണ്ട്. ആശുപത്രിയിലുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദിനംപ്രതി 2500 മുതൽ 3000 വരെ ആളുകൾ ചികിത്സ തേടുന്ന ആശുപത്രിയിൽ, അതും മെഡിക്കൽ കോളേജാണെന്നോർക്കണം, മരുന്ന് സൂക്ഷിക്കാൻ ആകെയുള്ള സ്ഥലം ഇതാണ്. മെഡിക്കൽ കോളേജ് എന്ന് 10 ബോർഡ് വെച്ച കാശിന് നിന്ന് തിരിയാൻ സൗകര്യം ഒരുക്കേണ്ടതായിരുന്നില്ലേ എന്ന് ആരും ചോദിച്ചു പോവും. ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സാലിഹ്. കഴിഞ്ഞ ദിവസം ഹിസ്ബുൾ മുജാഹിദ്ദീനുമായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട MN റോയ്ക്ക് രാജ്യത്തിന്റെ ആദരവ്. കാശ്മീരിലെ പുൽവാമയിൽ ഹിസ്ബുൾ മുജാഹിദ്ദീൻ തീവ്രവാദികളുമായുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത്. റിപ്പബ്ലിക് ദിനത്തിൽ യുദ്ധസേവാ മെഡൽ നൽകി രാജ്യം ആദരിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഇദ്ദേഹം തീവ്രവാദികളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിച്ചു. ആ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുന്നു. നമസ്കാരം. കാശ്മീരിലെ പുൽവാമ ജില്ലയിൽ മിന്തോര ഗ്രാമത്തിലെ ത്രാൽ മേഖലയിൽ കഴിഞ്ഞ 27-ന് ഹിസ്ബുൾ മുജാഹിദ്ദീനുമായുണ്ടായ ഏറ്റുമുട്ടലിലാണ് MN റായ് കൊല്ലപ്പെട്ടത്.
മിന്തോറ ഗ്രാമത്തിലെ വീടുകളിലെത്തിയ ഭീകരരെ തിരഞ്ഞെത്തിയ പോലീസിന് നേരെ ഭീകരർ വെടിവെക്കുകയായിരുന്നു. പോലീസിനെ സഹായിക്കാനായി എത്തിയതായിരുന്നു MN റായുടെ നേതൃത്വത്തിലുള്ള 42 രാഷ്ട്രീയ റൈഫിൾസ് കമാൻഡിംഗ് സേന. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിലാണ് റായ് കൊല്ലപ്പെട്ടത്. ദില്ലിയിലെ കണ്ടോൺമെന്റ് സൈനിക ആസ്ഥാനത്ത് എത്തിച്ച മൃതദേഹത്തിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥന്മാരും സഹപ്രവർത്തകരുമെല്ലാം അന്തിമോപചാരം അർപ്പിച്ചു. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഭാര്യയുമടക്കം കുടുംബാംഗങ്ങളും അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടെയായിരുന്നു രാഷ്ട്രം അന്തിമോപചാരം അർപ്പിച്ചത്. തെക്കൻ കാശ്മീരിൽ കഴിഞ്ഞ വർഷം ഭീകരർക്കെതിരെയുള്ള പോരാട്ടം നയിച്ചതിന് MN റായ്ക്ക് റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രം യുദ്ധസേവാ മെഡൽ നൽകി ആദരിച്ചതിന്റെ പിറ്റേ ദിവസമായിരുന്നു ഇദ്ദേഹം കൊല്ലപ്പെട്ടത്. 2013 മാർച്ച് 5-നായിരുന്നു MN റായ് രാഷ്ട്രീയ റൈഫിൾസിനെ കമാൻഡിംഗ് ഓഫീസറായി ചുമതലയേറ്റത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.